ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്നത് പോലെ ശ്രുതിയുടെ കള്ളഗർഭം പൊളിഞ്ഞിരിക്കുകയാണ്. ചന്ദ്രോദയത്തിലേക്ക് കയറി പറ്റാൻ വേണ്ടിയിട്ട് പുതിയ അടവുമായി വന്ന ശ്രുതിയെ നമ്മുടെ സച്ചിയും ചന്ദ്രയും കൂടിയിട്ട് വന്ന വഴിക്ക് തന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം നമ്മുടെ സച്ചിയോടാണ് വരുന്നത്. കാരണം തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുന്നത് സച്ചി കാരണമാണ്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് വേണ്ടിയിട്ട് അടുത്ത് എന്തെങ്കിലും പണിയൊപ്പിക്കാനായിട്ട് നമ്മുടെ ശ്രുതി കരുതിക്കൂട്ടി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെ എപ്പോഴും വില്ലനും വില്ലത്തിയായിട്ട് ശ്രുതിയുടെ മുമ്പിൽ വരുന്നത് സച്ചിയും രേവതിയുമാണ്. കാരണം ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിക്കുന്നത് അവരാണല്ലോ. ചെറിയച്ഛനായിട്ട് വന്ന ബീരാന്റെ കാര്യവും ഇപ്പം മലേഷ്യ കള്ളത്തരങ്ങളും അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഗർഭനാടകം പോലും പൊളിച്ചടുക്കിയിരിക്കുന്നത് നമ്മുടെ സച്ചിയാണ്. അങ്ങനെ ശ്രുതി ആന്റണിയെ വെച്ചിട്ട് സച്ചിക്കെതിരെ ഒരു വലിയ കളി തന്നെ കളിക്കുകയാണ്. മറ്റൊന്നുമല്ല, ആന്റണിയും സച്ചിയുടെ ഒരു ശത്രുവാണല്ലോ. അപ്പോ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ സച്ചിയെ രണ്ടുപേരും ശത്രുവായി കാണുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും കൂടി വലിയൊരു കെണി തന്നെ നമ്മുടെ സച്ചിക്ക് ഏർപ്പെടുത്തുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് തന്നെ കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചിക്ക് വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കുന്നുണ്ട്. അതുമൂലം നമ്മുടെ രേവതിക്കും വലിയൊരു അപകടങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അങ്ങനെ ചന്ദ്രോദയത്തില് കയറി പറ്റാനാകാതെ ശ്രുതി തിരികെ വീണ്ടും മീരയുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് കേട്ടോ. അങ്ങനെ മീര പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി, നീ ഇങ്ങനെ ഒരു കള്ളത്തരം കൂടി പറയേണ്ടിയിരുന്നില്ല. ഇനി ഒരിക്കലും നിനക്ക് അവിടേക്ക് കയറി പറ്റാൻ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിക്കും ആ ഒരു നിമിഷം വിചാരിക്കുന്നുണ്ട്, ശരിയാണ്, ഈ ഒരു കള്ളത്തരം പറയേണ്ടിയിരുന്നില്ല. എന്നാലും ഇതെല്ലാം സച്ചിയാണ്, അല്ലെങ്കിൽ ആൻറ്റിക്ക് ഇത്രയ്ക്കൊന്നും ബുദ്ധിയില്ല, ഇതെല്ലാം സച്ചിയുടെ ഐഡിയ കൊണ്ടാണ് ഞാൻ ആ വീട്ടിലേക്ക് വരാതിരിക്കാൻ സച്ചിയാണ് ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞിട്ട് നമ്മുടെ സച്ചിയോടാണ് കേട്ടോ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്. അങ്ങനെ എത്രയൊക്കെ പണി പയറ്റിയിട്ടും ചന്ദ്രോദയത്തിലേക്ക് കടക്കാനാവാതെ ശ്രുതി നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ അച്ഛമ്മയാണെങ്കിൽ തിരികെ വീണ്ടും ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അത് നമ്മുടെ രവി തന്നെ നേരിട്ട് പോയി കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. ചന്ദ്രോദയത്തിലെ പ്രശ്നങ്ങളൊക്കെ വഷളാവുന്നത് മൂലം അങ്ങനെ മറ്റു നിവർത്തിയില്ലാതെ അച്ചമ്മ വന്നിട്ട് ശ്രുതിയെ വിളിപ്പിക്കുന്നുണ്ട്. എല്ലാ സത്യങ്ങളും ശ്രുതിയുടെ വായിൽ നിന്ന് തന്നെ പറയിപ്പിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ വീണ്ടും ചന്ദ്രോദയത്തിലേക്ക് തിരികെ കയറ്റുന്നുണ്ട്. ആ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. കേൾക്കാത്തവര് അതുകൂടി ഒന്ന് പോയി കേൾക്കണേ. അതിനുശേഷമായിട്ട് നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ രേവതിയും സച്ചിയും രവിയും എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ കളിയാക്കുന്നത്. കാരണം ശ്രുതിയെ ഇങ്ങനെ തലയിൽ എടുത്തു വെച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ചന്ദ്രമതി നടന്നത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ വർഷയും ഇടയ്ക്കിടയ്ക്ക് നല്ല ഡയലോഗിൽ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയായപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വർഷ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ആന്റിക്ക് ഇത്രയും നാള് നമ്മുടെ ശ്രുതി ചേച്ചി ആയിരുന്നല്ലോ പ്രിയപ്പെട്ട മരുമകള്. അതിപ്പോ ശ്രുതി ചേച്ചിയുടെ പണവും മലേഷ്യയൊക്കെ ആഗ്രഹിച്ചിട്ടായിരുന്നല്ലോ. ഇപ്പൊ ഇതൊന്നും ഇല്ലെന്ന് കരുതിയപ്പോ ഇനി ആന്റി ആരെയാണ് പ്രിയപ്പെട്ട മരുമകളായിട്ട് കണക്കാക്കാൻ പോകുന്നതെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വർഷയും കളിയാക്കിയിട്ട് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടിയിട്ട് ഒരുമിച്ച് ഓഫീസിലേക്ക് ഇറങ്ങാനായിട്ട് ഷോപ്പിലേക്ക് ഇറങ്ങാനായിട്ട് പോകുമ്പോഴേക്കാണ് നമ്മുടെ ചന്ദ്രമതി വന്നിട്ട് പറയുന്നത്, ശ്രുതി, നീ ഒരിക്കലും ഇനി ശ്രുതിയുടെ കൂടെ മിണ്ടാനോ അവളെ ഇനി ആ ഷോപ്പിലേക്ക് കയറ്റാനോ പാടില്ലെന്നേ. ശ്രുതി ഇങ്ങനെ പമ്മി നിൽക്കുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പറഞ്ഞതാണല്ലോ. ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താടാ നീ അവളെ നോക്കുന്നതെന്നേ? അല്ലമ്മേ, അതെ, ഇത് എൻ്റെ വാക്കാണ്. ഇനി നീ അവളോട് ഒരക്ഷരം മിണ്ടിപ്പോലും പോരുതെന്നേ. ശ്രുതിക്കൊന്നും മിണ്ടാൻ വയ്യാതെ ശ്രുതി അവിടെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ ഇത് കേട്ടിട്ട് രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേ,
അച്ഛമ്മ വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് സോൾവ് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഇവർക്കിങ്ങനെ വിലക്കേർപ്പെടുത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി രേവതിയും ആട്ടി ഓടിക്കാണ് കേട്ടോ. അതെ, നിനക്ക് ഈ വീട്ടില് വേറെ എന്തെല്ലാം പണികളുണ്ട്, നീ പോയി നിന്റെ കാര്യം നോക്ക്. ഈ പൂക്കാരി അല്ലെങ്കിൽ തന്നെ എൻ്റെ തലയിൽ കയറി മെതിക്കുകയാണ് ഇവിടെ. ഇപ്പോ ഇവളുടെ ഈ ഒരു ഇതും കൂടി ആയപ്പോ എല്ലാവർക്കും എന്നെ കളിയാക്കാനും വായെടുത്തിട്ട് വാരി അലക്കാനുമെല്ലാം നൂറ് കാരണങ്ങളുണ്ടല്ലോ. ശ്രുതി, നീ ഇനി ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് നീ കടയിൽ പോ, ഇവളെ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി, അത് ഞാൻ ഷോപ്പിൽ പോയില്ലെങ്കിൽ അവിടുത്തെ കണക്കുകളൊന്നും ശരിയാവില്ലെന്നേ. അതെ, നീ പുറത്ത് വെച്ചിരിക്കുന്ന ബോർഡ് കണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി പറയുന്നത്, ആൻറ്റി, അതല്ല, ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കണം, ആരൊക്കെ തരാനുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ഞാനാണെന്ന് പറയുകയാണ്. അതെ, എൻ്റെ മോൻ ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞ് നീയാണ് ഇത്രത്തോളം ആക്കിയത്. അവനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. നീ നിന്റെ കാര്യം നോക്കിപ്പോ, ഷോപ്പിലേക്ക് പോകണ്ടെന്ന് ചന്ദ്രമതി തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി, ശരി അമ്മ പറഞ്ഞതുപോലെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ശ്രുതി കടയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ മുമ്പിൽ വെച്ചിട്ടും കൂടിയാണല്ലോ ശ്രുതിയെ ഇത്രത്തോളം ചന്ദ്രമതി തരം താഴ്ത്തി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് ശ്രുതി റൂമിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ടേ. അവിടെ പോയിരുന്ന് ഇങ്ങനെ കരയുന്ന സമയത്താണ് നമ്മുടെ വിമലാമ്മയുടെ കോള് വരുന്നത്. മറ്റൊന്നുമല്ല, വിമലാമ്മ വിളിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ കല്യാണി, നീ എന്നെ വിളിക്കാൻ പോലും മറന്നോന്നേ. അപ്പോഴേക്ക് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണല്ലോ. ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? ഏത് നേരവും അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കാൻ എനിക്കിവിടെ സമയമുണ്ടോന്നേ. അപ്പോഴേക്ക് വിമലാമ്മ പറയുന്നുണ്ട്, കല്യാണി, അതല്ല, ഇത്രയും നേരം നീ ഇന്ന് എന്നെ വിളിക്കുമെന്ന് ഞാൻ കരുതി, എന്നാ അത് കാണാത്തത് കൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചതന്നേ. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് എപ്പോഴും അമ്മയെ വിളിച്ചിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊണ്ടിരുന്ന് ഇരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് ശ്രുതി പറയാണ് കേട്ടോ. അപ്പോഴേക്ക് വിമലാമ്മയ്ക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട്. വിമലാമ്മ പറയുന്നുണ്ട്, കല്യാണി, അതല്ല, ഇന്നെൻ്റെ പിറന്നാളാണ്. ഇത്രയും നേരം നീ ഒരു വിഷു പറയുമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇത്രയും നേരം നോക്കിയിരുന്നു. എനിക്ക് നീ അല്ലാതെ മറ്റാരും ഇല്ലല്ലോ കല്യാണി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിക്ക് പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. ഇന്ന് പിറന്നാളാണല്ലോ എന്ന് ഓർത്തിട്ട്, അമ്മേ സോറി അമ്മേ, ഞാൻ ജോലി തിരക്കുകൾ കൊണ്ടൊക്കെ അമ്മേ, എന്തായാലും അമ്മ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ ഒരു വോയിസ് ഒക്കെ അങ്ങ് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി വിമലാമ്മയോട് പറയുന്നുണ്ട്, അമ്മേ, എന്തായാലും ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ടേക്ക് വന്നോളാം. ആദ്യം കാണണമല്ലോ, അപ്പോൾ നമുക്ക് ഒന്നിച്ച് പുറത്തു പോയി ഭക്ഷണവും കഴിക്കാം. അമ്മയ്ക്ക് ഞാൻ നല്ലൊരു ഡ്രസ്സും എടുത്ത് തന്ന് ഇന്ന് ഞാൻ അമ്മയുടെ കൂടെ അവിടെയാണ് തങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഫോൺ അങ്ങ് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിമലാമ്മയെ വെച്ച് കഴിയുമ്പോഴാണ് ശ്രുതി പെട്ടെന്ന് തന്നെ വിമലാമ്മയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തു നോക്കിയിട്ട് ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. എൻ്റെ ഇത്രയും പ്രശ്നങ്ങളിടയ്ക്ക് എൻ്റെ അമ്മയുടെ പിറന്നാൾ പോലും ഞാൻ മറന്നു പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീടായിട്ട് കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ പൂ കൊടുക്കാനായിട്ട് സ്കൂട്ടി ഒരിടത്ത് നിർത്തി വെച്ചിട്ട് പോയിരിക്കുന്ന സമയത്ത് നമ്മുടെ ആന്റണി വന്നിട്ട് അതിലിങ്ങനെ പണിത് രേവതിയുടെ സ്കൂട്ടി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ. ഈ സമയം രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ രേവതിയും ആന്റണിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കുറെ വാക്കേറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. രേവതി ആന്റണിയുടെ കാരണം നോക്കി തന്നെ ഒറ്റയൊരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ദേഷ്യത്തില് ആന്റണിയും എങ്ങനെയെങ്കിലും സച്ചിക്കെതിരെ തിരിയാണ്. കാരണം ഇവളുടെ അഹങ്കാരം തീരണമെങ്കിൽ ആ സച്ചിക്ക് നോവണം. എന്തായാലും അവൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആന്റണി അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ ആന്റണി ആണെങ്കിൽ ശ്രുതിയെ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ആന്റണിയുടെ കോള് കാണുമ്പോൾ തന്നെ ശ്രുതി പെട്ടെന്ന് തന്നെ ഷോക്ക് ആവുന്നുണ്ട്. ആന്റണി ആണല്ലോ എന്ന് കരുതി മാറി നിന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ആന്റണി ശ്രുതിയോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്നുമല്ല, എന്താണ് നീ ഇത്രയും നാള് വിളിക്കാത്തതെന്നൊക്കെ ആന്റണി ചോദിക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഒന്നുമില്ല ആന്റണി. അതെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരിക്കും.
പിന്നെ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എന്നെ വിളിക്കില്ലെന്നറിയാലോ. പിന്നെ എന്താ ആന്റണി എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ആന്റണി പറയുന്നുണ്ട്, എനിക്ക് ഒരു രാത്രി കുറച്ചു നേരത്തേക്കിന് സച്ചിയുടെ കാറിന്റെ കീ ഒന്ന് വേണമെന്നേ. എന്തിനാണെന്ന് ചോദിക്കുന്ന സമയത്ത് അതൊന്നും നീ അറിയണ്ട, നീ തന്നാല് ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു തന്നേക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആന്റണിയുടെ നിർദ്ദേശപ്രകാരം സച്ചിയുടെ കാറിന്റെ താക്കോല് ശ്രുതിയെടുത്ത് ആന്റണിയെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രേക്ക് ഓയിലിന്റെ വയറാണ് കേട്ടോ കട്ട് ചെയ്ത് വിടുന്നത്. അങ്ങനെ അതേ സ്ഥാനത്ത് തന്നെ തിരികെ കൊണ്ടുപോയി ആ കീയ് ശ്രുതിയെ കൊണ്ട് അവിടെ വെപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രി ഫുള്ളും ഓയിൽ ഇങ്ങനെ ലീക്കായി കൊണ്ടിരുന്ന് തന്നെ ഫ്ലൂയിഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് തീരെ ഇല്ലാണ്ടാവുകയാണ് കേട്ടോ. ഈ സമയം പിറ്റേ ദിവസം രാവിലെ തന്നെ ഇതൊന്നും അറിയാതെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. എന്നാൽ ആന്റണിയുടെ കൂട്ടാളികളെ വെച്ചിട്ട് ആന്റണി കറക്റ്റ് സമയം സച്ചി ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് അറിയുന്നതേ ആന്റണിയും കൂട്ടരും കൂടിയിട്ട് സച്ചിയെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ പതുക്കെ സച്ചി ഒരു നോർമൽ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. എന്നാൽ അത് നല്ല ഓവർ സ്പീഡ് ആയെങ്കിലും മാത്രമേ ബ്രേക്കിന് കൺട്രോൾ ഇല്ലാതായി പോവുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആന്റണിയുടെ നിർദ്ദേശപ്രകാരം രണ്ടുപേര് സ്കൂട്ടറിൽ ചെന്നിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ പുറകെയൊക്കെ വരുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാതെ പോവാണ്. കുറേ കഴിയുമ്പോഴേക്കും അവരുടെ സ്കൂട്ടർ കൊണ്ടുവന്ന് സച്ചിയുടെ കാറിൽ ഇങ്ങനെ പോറിപ്പിച്ചിട്ട് സ്പീഡിൽ അങ്ങ് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി ഭയങ്കര ഹൈ സ്പീഡിൽ അവരുടെ ബൈക്കുകാരനെ പിടിക്കാൻ വേണ്ടിയിട്ട് കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ ഈ ബൈക്കുകാരെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഒരു സ്കൂൾ ബസ് സച്ചിയുടെ വണ്ടി ഇങ്ങനെ ഇടിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സ്കൂൾ ബസ്സിൽ നിന്ന് വെട്ടിച്ച് മാറ്റുന്ന സമയത്ത് സച്ചിയുടെ കാറ് പോയിട്ട് ഒരു പോലീസുകാരൻ്റെ ബൈക്കിനിട്ട് അങ്ങ് ഇടിക്കുകയാണ് കേട്ടോ. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ ദേവു ഇപ്പോൾ പ്രണയത്തിലായിരിക്കുന്ന അരുണുണ്ടല്ലോ, ആ അരുണാണ്. അങ്ങനെ ആ പോലീസുകാരൻ്റെ ബൈക്കിൽ തട്ടിയതിന് ശേഷം സച്ചിയുടെ കാറ് പോയിട്ട് അങ്ങ് ഇടിച്ചങ്ങ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ തെറിച്ച് താഴെ വീഴുന്നുമുണ്ട്. ഈ സമയം ആളുകളെല്ലാം ഓടി കൂടുന്നുണ്ട്. സച്ചി പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി വരുന്നുണ്ട്. സച്ചിക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും പറ്റിയില്ല. അങ്ങനെ സച്ചി ഓടി വരുന്ന സമയത്ത് കാണുന്നത് നമ്മുടെ അരുണിനെയാണ്. അതൊരു പോലീസുകാരനാണല്ലോ യൂണിഫോമിൽ. സച്ചി പെട്ടെന്ന് തന്നെ വന്ന് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. സോറി സാർ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞേ. എന്നാൽ അരുൺ അത് ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ എടുക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ അവർ രണ്ടുപേരും ഓൾറെഡി ശത്രുക്കളാണ്. ഇപ്പോൾ ദേവുവിന് ഒരിക്കലും സച്ചി ഈ വിവാഹം നടത്തി കൊടുക്കില്ല എന്നും തീർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയും കൂടി വൈരാഗ്യം തീർത്ത് സച്ചി തന്നെ കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണെന്നാണ് കേട്ടോ നമ്മുടെ അരുണ് വരുത്തി തീർക്കുന്നത്. അങ്ങനെ എല്ലാവരും ആളെല്ലാം കൂടിയിട്ട് നമ്മുടെ സച്ചി ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന ആക്സിഡൻ്റ് ആയിടത്തെല്ലാം ഭയങ്കര ആൾ കൂടുന്നുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മുടെ മഹിമയും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടായതും വണ്ടി ഇടിച്ചതും എല്ലാം അങ്ങനെ പോലീസുകാർ നമ്മുടെ സച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, കാറിൻ്റെ കീ വരെ ഊരിയെടുത്തിട്ട്. ഇതെല്ലാം മഹിമയാണെങ്കിൽ ഫോണിൽ വീഡിയോ എടുത്ത് നമ്മുടെ ചന്ദ്രമതിക്കും ശ്രുതിക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സച്ചിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് സച്ചി കരഞ്ഞ് പറയുന്നുണ്ട്, സാർ ഇത് ഒരബദ്ധം പറ്റിയതാണ് സാർ, അല്ലെങ്കിൽ തന്നെ ഒരു പോലീസുകാരനോട് ഞാൻ ഇങ്ങനെ ചെയ്യുമോന്നൊക്കെ. എന്തായാലും അരുണും അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. പോലീസുകാരാണെങ്കിലും സച്ചിയെ കൈയോടുകൂടി തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ സ്റ്റേഷനിലെത്തിയ സച്ചിയാണെങ്കിൽ അവിടെയുള്ള എല്ലാ പോലീസുകാരോടും കരഞ്ഞു പറയുന്നുണ്ട്, സാർ ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് പോയതാണ്, ഇദ്ദേഹത്തിനെ ഞാൻ കണ്ടുകൂടിയില്ല എന്നൊക്കെ. എന്നാൽ ഇതൊന്നും പറയുന്നില്ല. അരുണ് കർശന നടപടി തന്നെ എടുക്കുകയാണ്. സച്ചി അറിഞ്ഞുകൊണ്ട് തന്നെ കൊല്ലാൻ നോക്കിയതാണെന്നും അതുകൊണ്ട് തന്നെ മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ഓൾറെഡി വീഡിയോ ഭയങ്കര വൈറലും ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഭയങ്കരമായിട്ട് പ്രഷർ വരുന്നുണ്ട്.
കാരണം സച്ചിയുടെ ലൈസൻസ് തന്നെ കട്ടാക്കാനുള്ള രീതികളൊക്കെയാണ് കേട്ടോ മുകളിൽ നിന്ന് വരുന്നത്. ഈ സമയം ഈ മഹിമയാണെങ്കിൽ ഈ വീഡിയോയായിട്ട് നേരെ ചന്ദ്രോദയത്തിലേക്കാണ് എത്തുന്നത്. ഈ കാരണവും പറഞ്ഞ് വർഷയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണമല്ലോ. അങ്ങനെ ചന്ദ്രമതിയുടെ അടുത്ത് ചെന്നിട്ട് മഹിമയാണെങ്കിൽ സച്ചിയുടെ ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇതുപോലെ നാണം കെട്ട ഒരുത്തനുള്ള കുടുംബത്തിൽ എൻ്റെ മോളെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് മഹിമ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ കണ്ട രേവതിയാണെങ്കിൽ മറ്റാരോടും ഒന്നും പറയാൻ നിൽക്കാതെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. കാരണം സച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് രേവതിക്ക് അറിയാമല്ലോ. അങ്ങനെ രേവതി ചെന്ന് സച്ചിയെ അന്വേഷിച്ച് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്താണ് 2 പോലീസുകാരിരുന്ന് സംസാരിക്കുന്നത്. നമ്മുടെ സച്ചിയുടെ കാര്യം തന്നെയാണ്. അവർ പരസ്പരം പറയുന്നുണ്ട്, ആ ഡ്രൈവർ അവന് ഒന്നും ചെയ്തിട്ടില്ല. ആ അരുണെന്ന് പറഞ്ഞ പോലീസുകാരന് അയാളുടെ എന്തോ കനത്ത വൈരാഗ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും വലിയ പ്രശ്നമാകുന്നത്. അല്ലാതെ അയാളുടെ ലൈസൻസ് കട്ടാക്കാനും മാത്രം അയാളൊന്നും ചെയ്തില്ല എന്നൊക്കെ പറയുന്നത് രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രേവതി കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നിരിക്കുകയാണല്ലോ. അല്ല, നിങ്ങൾ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, അതെ സാർ, നിങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ഒരു ഡ്രൈവർ, അയാൾ നിരപരാധിയാണെന്ന്. അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ, അദ്ദേഹത്തെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ പോലീസുകാർ വിഷയം മാറ്റുവാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആര് നിരപരാധിയാണെന്ന്? അയാളെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകുന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ആ പോലീസുകാരൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ രേവതിയുടെ പ്രായമുള്ള ഒരു മകളുണ്ട്. ആ മകള് പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ ആ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമ്മുടെ രേവതി ആ പെൺകുട്ടിക്ക് ഒരു സമയത്ത് ഒരു ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാരൻ മോളോട് സംസാരിച്ചതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സാർ, നിങ്ങൾക്ക് എൻ്റെ പ്രായമുള്ള ഒരു മകളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പം അതുപോലെയാണെന്ന് വിചാരിക്കും സാർ. നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ സച്ചിയേട്ടൻ നിരപരാധിയാണെന്ന്. എന്തായാലും സാറൊന്ന് പറഞ്ഞാൽ ഈ കേസ് ഇവിടെ തീരില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രേവതി ഒരുപാട് സംസാരിച്ചതിന് ശേഷം അവരെ ലൈസൻസ് കട്ടാക്കാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ വണ്ടി ഇപ്പം വിട്ടുതരാൻ പറ്റില്ലെന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സച്ചിയും വിട്ടയക്കുന്നുണ്ട്. സച്ചിയും കൂട്ടി രേവതി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം അവിടെ മഹിമ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് പോലും ഇവർ പറയാൻ ശ്രമിച്ചിട്ടും മഹിമ ഇതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെ മഹിമ കർശനമായിട്ട് അവിടെ നിന്ന് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ഒരുത്തനുള്ള വീട്ടിൽ എൻ്റെ മകൾക്ക് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. വർഷയും ശ്രീകാന്തിനെയും എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നൊക്കെ. അങ്ങനെ സച്ചിയെക്കുറിച്ചിട്ട് വളരെ ഇതെല്ലാം കുറേ നേരം കേട്ടു നിന്ന് രേവതിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. മഹിമയുടെ നേരെ ഒരു വരവ് അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ, വർഷയുടെ അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. വീട്ടിൽ കയറി വന്നതായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ഇത്രയും നേരം മര്യാദ കാണിച്ചത്. എൻ്റെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്നറിയാതെ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാതെ പോവാൻ നോക്കുന്നത് രേവതി പറയുന്നുണ്ട്. രേവതിയുടെ പെട്ടെന്നുള്ള ആ പ്രതികരണത്തിൽ മഹിമയുടെ വായങ്ങ് അടഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ രേവതി എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, അച്ഛാ, ഇവരെല്ലാവരും പറയുന്നത് പോലെ ഒന്നുമല്ല. സച്ചിയേട്ടൻ നിരപരാധിയാണ്. സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് ആ പോലീസുകാർ വരെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ മഹിമയുടെ നേരെ ദേഷ്യപ്പെട്ടതിന് ചന്ദ്രമതിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്താടി, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? പൂ കെട്ടുന്നവളെ, നീ വർഷയുടെ അമ്മയുടെ നേരെയാണോ ഒച്ചയിടുന്നത്? നീ എന്താടി മനസ്സിൽ കരുതിയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ സച്ചിയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയൊരു പ്രശ്നം കൂടി ഉണ്ടാക്കുന്നതെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെയും വായങ്ങ് അടപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി.
അങ്ങനെ മഹിമയുടെ മുമ്പിൽ വെച്ചിട്ട് ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ ചന്ദ്രമതി അങ്ങ് അടങ്ങുന്നുണ്ട്. അതിനുശേഷമായിട്ട് രേവതിയും സച്ചിയും കൂടിയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അച്ഛാ, സച്ചേട്ടൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് പോയി ഇടിച്ചതോ മദ്യപിച്ചിട്ട് പോയി ഇടിച്ചതോ ഒന്നുമല്ല. എൻ്റെ കാറിന് ബ്രേക്ക് പോയതാണെന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൊണ്ട് ശ്രുതി സഹിതം ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, എൻ്റെ കാറിൻ്റെ ബ്രേക്കിന് ഒരു പ്രശ്നവും ഇല്ലാതായാണ് ഞാൻ രാത്രി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത്. പിന്നെ ഇവിടെ നിന്നാണ് എന്തെങ്കിലും സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതാരോ കരുതി കൂട്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി സംശയത്തിൻ്റെ ഇത് പറയുമ്പോൾ തന്നെ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം സച്ചി ഇത് അന്വേഷിച്ചിറങ്ങിയാൽ അവസാനം തൻ്റെ തലയിൽ തന്നെ എത്തുമെന്നുള്ളത് ശ്രുതിക്ക് ഉറപ്പാണ്. ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ഈ സമയം നമ്മുടെ സച്ചിയുടെ കാറിൻ്റെ ബ്രേക്ക് പോയതാണെന്നുള്ളത് പോലീസുകാർ ആദ്യം വിശ്വസിക്കുന്നില്ലായിരുന്നല്ലോ. ആ സ്പോട്ടിൽ നിന്ന് ആ വാഹനം എടുത്തുകൊണ്ട് വരാനായിട്ട് ഒരു കോൺസ്റ്റബിളിനെയാണ് പറഞ്ഞു വിട്ടിരുന്നത്. അങ്ങനെ ആ കോൺസ്റ്റബിൾ ആ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ബ്രേക്ക് കിട്ടാതെ ഒരു പോസ്റ്റിൽ പോയിട്ട് വീണ്ടും ഇടിക്കുന്നുണ്ട്. അങ്ങനെ ആ പോലീസുകാരൻ്റെ കൈയാണെങ്കിൽ ഫ്രാക്ചറും ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോലീസുകാർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇത് ബ്രേക്ക് ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ സച്ചി നിരപരാധിയാണെന്നുള്ള കാര്യം. അങ്ങനെയാണ് നമ്മുടെ സച്ചിയെ വിട്ടയക്കുന്നതും. അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ആ പോലീസുകാരനും മറ്റൊരു പോലീസുകാരനോട് എത്തി ആ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ച് റെഡി ആക്കിച്ചതിന് ശേഷമാണ് സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കുന്നത് കേട്ടോ. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് വന്ന് നോക്കുന്ന സമയത്ത് ആള് വന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഇതിൻ്റെ ബ്രേക്ക് ഓയിൽ ആരോ കട്ട് ചെയ്ത് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് തന്നെ വിട്ടിരിക്കുന്നതാണ്. ഓയിൽ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു, ലീക്കായി. അതുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാതിരുന്നതെന്ന്. ഇത് ഈ അപകടം സംഭവിച്ച ആള് വന്നിട്ട് നമ്മുടെ അരുണുണ്ടല്ലോ, ദേവുവിനെ വിവാഹം കഴിക്കാനിരിക്കുവാന്നും നമ്മുടെ സച്ചിയുടെ എനിമയായിട്ടുള്ള ആള് അയാൾക്കെതിരെ ഇടിച്ചെന്നും പറഞ്ഞിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ അയാളോട് വന്നിട്ട് ആ കോൺസ്റ്റബിള് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാർ, ആ സച്ചി എന്ന് പറഞ്ഞ ആള് ഒരിക്കലും സാറിനെ അറിഞ്ഞുകൊണ്ട് ഇടിച്ചതല്ല. അതിൻ്റെ ബ്രേക്ക് വയർ ആരോ കട്ട് ചെയ്ത് വിട്ടതാണ്. ഓയിലും ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബ്രേക്ക് കിട്ടാതെ പോയെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അരുണിന് ഒരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. കാരണം തന്നോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടാണ് സച്ചി അങ്ങനെ ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അരുണും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ അരുണിനും ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം ഈ പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ അരുണ് ആ വന്ന കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, എന്തായാലും താനിപ്പം മനസ്സിലാക്കിയ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ രണ്ടും മാത്രം അറിഞ്ഞിരുന്നാൽ മതി, മൂന്നാമതൊരാളെ അറിയിക്കണ്ട. അപ്പോഴേക്കും കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ട്, അല്ല സാർ, ആ സച്ചിയുടെ ലൈസൻസ് 6 മാസത്തേക്കിന് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണല്ലോ. അയാളൊരു ഡ്രൈവറല്ലേ, അപ്പോൾ അയാൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ അരുണ് പറയുന്നുണ്ട്, അതെ, അവന് ഇച്ചിരി അഹങ്കാരം കൂടുതലായിട്ടുണ്ട്. അവന് 1-2 തവണയൊന്നുമല്ല എനിക്കിട്ട് പണി തരാനിരുന്നത്. എന്തായാലും ദൈവമായിട്ട് ഈ ഒരവസരം എനിക്ക് കൊണ്ടു തന്നതാ. 6 മാസം ലൈസൻസ് ഇല്ലാതെ അവനൊന്ന് വണ്ടി ഓടിച്ച് കാണിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അയാളോട് മറ്റാരോടും പറയില്ലെന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. എന്നാൽ ഈ കോൺസ്റ്റബിളിന് അത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം സച്ചിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന, സച്ചിയെ അടുത്തറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞെന്ന് പറയല്ലെന്നും ഇങ്ങനെയാണ് അരുൺ സാറ് ചിന്തിച്ചിരിക്കുന്നതെന്നും ഒക്കെ നമ്മുടെ സച്ചിയോട് വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സച്ചിയും അരുണും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവാണോ? അടുത്തത് ആൻ്റണിയാണെന്ന് നമ്മുടെ സച്ചി കണ്ടെത്തുമോ? ഇതിൻ്റെ പിന്നിൽ അവസാനമായിട്ട് നമ്മുടെ ശ്രുതിയുടെ തലയിൽ തന്നെ വന്ന് അവസാനിക്കുമോ എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിൽ സൂപ്പർ വിശേഷങ്ങളുമായിട്ട് കാണും വരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.